ആദ്യമായി നമുക്ക് മൗദൂദി സാഹിബിൻ്റെ തഫീമുൽ ഖുർആൻ 1-ാം വോളിയത്തിൽ ഖുർആൻ്റെ ഗ്രന്ഥാവിഷ്കരണത്തിൻ്റെ ചരിത്രം പറയുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. 24-ാമത്തെ പേജിൽ മുസ്ലിങ്ങൾക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നു. ഖുർആൻ പാരായണം നമസ്കാരത്തിൻ്റെ ഒരു അവശ്യ ഘടകമായി നിശ്ചയിച്ചിരുന്നു. തന്നിമിത്തം ഖുർആൻ്റെ അവതരണത്തിനൊപ്പം അത് മനഃപ്പാഠമാക്കുന്ന പതിവും മുസ്ലിങ്ങളിൽ നടപ്പിൽ വന്നു. ഓരോ ഭാഗം അവതരിക്കുന്തോറും അവരത് ഹൃദിസ്ഥമാക്കി. അങ്ങനെ നബി തിരുമേനി തൻ്റെ എഴുത്തുകാരെ കൊണ്ട് ഖുർആൻ രേഖപ്പെടുത്തി വെപ്പിച്ചിരുന്ന ഈത്തപ്പന മട്ടലുകളിലും എല്ലിൻ കഷ്ണങ്ങളിലും തോൽത്തുണ്ടുകളിലും പരിമിതമായില്ല അതിൻ്റെ സുരക്ഷിതത്വം. പ്രത്യുത അത് അവതരിച്ചു കൊണ്ടിരിക്കെ തന്നെ ദശക്കണക്കിലും ശതക്കണക്കിലും തുടർന്ന് ആയിരക്കണക്കിലും ലക്ഷക്കണക്കിലും മനുഷ്യഹൃദയങ്ങളിൽ ആമുദ്രിതമായി. ഒരു ചെകുത്താനും ഒരക്ഷരം മാറ്റിമറിക്കാൻ ഇടമുണ്ടായില്ല. ഇത് ശ്രദ്ധിക്കണം. ചെകുത്താൻ മാറ്റിയെന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അത് മറ്റൊരു കോമഡി. നബി തിരുമേനിയുടെ വിയോഗാനന്തരം അറേബ്യയിൽ മതം മാറ്റക്കുഴപ്പം തലപൊക്കുകയും അതിനെ നേരിടാനുള്ള യത്നത്തിൽ അവിടുത്തെ സഖാക്കൾക്ക് രക്തരൂഷിതമായ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരികയും ചെയ്തപ്പോൾ ഖുർആൻ ആദ്യം മനഃപ്പാഠമാക്കിയിരുന്ന ഒട്ടേറെ സഹാബികൾ പോർക്കളത്തിൽ രക്തസാക്ഷികളായി. ഇതേ തുടർന്ന് ഖുർആൻ്റെ സംരക്ഷണത്തിന് ഏകമാർഗം ആശ്രയിക്കുന്നത് യുക്തമല്ലെന്നും ഹൃദയ ഫലകങ്ങളിലെന്ന പോലെ ഗ്രന്ഥത്താളുകളിലും അത് എഴുതി സൂക്ഷിക്കുവാൻ ഏർപ്പാട് ചെയ്യണമെന്നും ഉമർ ചിന്തിച്ചുറച്ചു. ഈ കാര്യം 1-ാം ഖലീഫ അബൂബക്കറിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അല്പം ആലോചിച്ച ശേഷം അദ്ദേഹവും അതിനോട് യോജിക്കുകയും നബിയുടെ സെക്രട്ടറി കാത്തിബ് ആയിരുന്ന സെയ്ദ് ബിനു സാബിത്തിനെ ഈ സേവനത്തിന് നിയോഗിക്കുകയും ചെയ്തു. നബി ലിഖിത രൂപത്തിൽ വിട്ടേച്ചു പോയ ഖുർആൻ്റെ എല്ലാ ഭാഗങ്ങളും ശേഖരിക്കുക, സഹാബാക്കളിൽ ആരുടെയെല്ലാം പക്കൽ ദിവ്യഗ്രന്ഥം മുഴുവനായോ ഭാഗികമായോ എഴുതി വെക്കപ്പെട്ടതായുണ്ടോ അതും കരസ്ഥമാക്കുക. കൂടാതെ ഖുർആൻ ഹൃദിസ്ഥമാക്കിയവരുടെ സഹകരണം തേടുകയും ചെയ്യുക. ഈ 3 മാധ്യമങ്ങളുടെയും സംയുക്തമായ സാക്ഷ്യത്താൽ പരിപൂർണ സുബദ്ധത ഉറപ്പുവരുത്തിയ ശേഷം ഖുർആൻ്റെ ഓരോ വാക്കും സനിഷ്കർഷം മുസ്ഹഫിൽ രേഖപ്പെടുത്തുക. ഇതായിരുന്നു നിശ്ചിത വ്യവസ്ഥ. ഇതുപ്രകാരം വിശുദ്ധ ഖുർആൻ്റെ ആധികാരികമായ ഒരു കോപ്പി എഴുതി തയ്യാറാക്കി നബിയുടെ പത്നി ഹഫ്സയുടെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. പ്രസ്തുത കോപ്പി പകർത്തുവാനും തങ്ങളുടെ കൈവശമുള്ള കോപ്പികൾ അതുമായി ഒത്തുനോക്കി ശരിപ്പെടുത്തുവാനും ജനങ്ങൾക്ക് പൊതു അനുവാദം നൽകപ്പെടുകയും ചെയ്തു. അറേബ്യയിൽ എല്ലായിടത്തും അറബി തന്നെയായിരുന്നു ഭാഷയെങ്കിലും വിവിധ പ്രദേശങ്ങളുടെയും ഗോത്രങ്ങളുടെയും സംസാര ഭാഷകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിൽ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ തന്നെ വിവിധ നഗരങ്ങളിലും ജില്ലകളിലും ഒക്കെ വ്യത്യാസങ്ങളുള്ളതുപോലെ മക്കയിൽ ഖുറൈശികൾ സംസാരിച്ചു വന്ന ഭാഷയിലായിരുന്നു ഖുർആൻ അവതരിച്ചതെങ്കിലും ഇതര പ്രദേശത്തുകാർക്ക് ഗോത്രക്കാർക്കും അവരവരുടെ ഉച്ചാരണവും പ്രയോഗ രീതികളും അനുസരിച്ച് അത് വായിച്ചുകൊള്ളുവാൻ ആദ്യത്തിൽ അനുവാദം നൽകപ്പെട്ടിരുന്നു. വാക്കുകൾ തങ്ങൾക്ക് പരിചിതമായ ഉച്ചാരണ രീതിയിൽ വായിക്കുന്നു എന്നല്ലാതെ ഇതുമൂലം അർത്ഥവ്യത്യാസങ്ങളൊന്നും സംഭവിക്കുമായിരുന്നില്ല. ശ്രദ്ധിക്കണം, മൗദൂദി എഴുതിയ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. വാക്കുകൾ തങ്ങൾക്ക് പരിചിതമായ ഉച്ചാരണ രീതിയിൽ വായിക്കുന്നു എന്നല്ലാതെ ഇതുമൂലം അർത്ഥവ്യത്യാസങ്ങളൊന്നും സംഭവിക്കുമായിരുന്നില്ല. എന്നാൽ അചിരേണ ഇസ്ലാമിന് പ്രചാരം സിദ്ധിച്ചു വന്നപ്പോൾ പൂർവസ്ഥിതി തുടരുന്നത് അനാശാസ്യമായി തോന്നി. മരുഭൂമികൾ താണ്ടി അറബികൾ ലോകത്തിൻ്റെ വലിയൊരു ഭാഗം അധീനപ്പെടുത്തുകയും ഇതര ജനപദങ്ങൾ ഇസ്ലാമിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് അറബി അനറബി സങ്കലം അറബി ഭാഷയെ ഗണ്യമായി സ്വാധീനിച്ചു തുടങ്ങിയപ്പോൾ മേലിലും ഇതര ഉച്ചാരണ രീതികൾ അനുസരിച്ച് ഖുർആൻ വായിക്കാൻ അനുവദിക്കപ്പെടുന്നത് പല കുഴപ്പങ്ങൾക്കും കാരണമായേക്കുമെന്ന് ന്യായമായും ആശങ്കകളുണ്ടായി. ഉദാഹരണത്തിന്, ഒരുവൻ അപരന് പഥ്യമല്ലാത്ത രീതിയിൽ പാരായണം ചെയ്യുമ്പോൾ ദിവ്യവചനങ്ങൾ ബോധപൂർവം അലങ്കോലപ്പെടുത്തുകയാണെന്ന് ധരിച്ച് പരസ്പരം വഴക്കുണ്ടായേക്കാം. കേവലം ഭാഷാപരമായ ഈ ലഘുവ്യത്യാസങ്ങൾ തന്നെ കാലാന്തരത്തിൽ യഥാർത്ഥ മാറ്റത്തിരുത്തങ്ങൾക്ക് വാതിൽ തുറന്നുകൊടുത്തെന്നും വരാം. അഥവാ അറബി അനറബി സങ്കലനം കൊണ്ട് ഭാഷാവൈകൃതം സംഭവിച്ചവർ വികല ഭാഷയിൽ കൈകാര്യം ചെയ്യുക മൂലം ഖുർആൻ്റെ ഭാഷാഭംഗി വിനഷ്ടമാവുകയും ചെയ്യാം. ഈ വക കാരണങ്ങളാൽ
ഹസ്രത്ത് അബൂബക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ട ഖുർആൻ്റെ അംഗീകൃത കോപ്പിയുടെ ശരിപ്പകർപ്പുകൾ മാത്രമേ ഇസ്ലാമിക രാഷ്ട്രാതിർത്തിക്കുള്ളിൽ എവിടെയും പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂവെന്നും ഉച്ചാരണഭേദങ്ങളോടെ എഴുതപ്പെട്ട എല്ലാ മുസ്ഹഫുകളുടെയും പ്രസാധനം നിരോധിക്കണമെന്നും ഹസ്രത്ത് ഉസ്മാൻ പ്രമുഖ സഹാബികളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുകയുണ്ടായി. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഈ വക കാരണങ്ങളാൽ അബൂബക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ട ഖുർആൻ്റെ അംഗീകൃത കോപ്പിയുടെ ശരിപ്പകർപ്പുകൾ മാത്രമേ ഇസ്ലാമിക രാഷ്ട്രാതിർത്തിക്കുള്ളിലെവിടെയും പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂവെന്നും ഉച്ചാരണഭേദങ്ങളോടെ എഴുതപ്പെട്ട എല്ലാ മുസ്ഹഫുകളുടെയും പ്രസാധനം നിരോധിക്കണമെന്നും ഹസ്രത്ത് ഉസ്മാൻ പ്രമുഖ സഹാബികളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുകയുണ്ടായി. ഉസ്മാൻ ഔദ്യോഗിക തലത്തിൽ പകർത്തിച്ച് നാനാ രാജ്യങ്ങളിലേക്കും കോപ്പികൾ അയച്ചു കൊടുത്തിരുന്ന സിദ്ദീഖുൽ അക്ബറിൻ്റെ ആധികാരിക മുസ്ഹഫുമായി പ്രത്യക്ഷരം യോജിച്ചതത്രേ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ. ഒന്നും കൂടെ കേട്ടോളൂ. ഉസ്മാൻ ഔദ്യോഗിക തലത്തിൽ പകർത്തിച്ച് നാനാ രാജ്യങ്ങളിലേക്കും കോപ്പികൾ അയച്ചു കൊടുത്തിരുന്ന സിദ്ദീഖുൽ അക്ബറിൻ്റെ ആധികാരിക മുസ്ഹഫുമായി പ്രത്യക്ഷരം യോജിച്ചതത്രേ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രസ്തുത ആധികാരിക കോപ്പികൾ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഖുർആൻ്റെ സുരക്ഷിതത്വത്തിൽ ആർക്കെങ്കിലും അണുവോളം സംശയമുണ്ടെങ്കിൽ സംശയ നിവൃത്തി വരുത്തുക സുസാധ്യമാണ്. പശ്ചിമാഫ്രിക്കയിലെ ഒരു പുസ്തകക്കടയിൽ നിന്നൊരു കോപ്പി വാങ്ങിച്ച് ജാവയിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരാൾ പാരായണം ചെയ്യുന്നതുമായി അതിനെ തട്ടിച്ചു നോക്കട്ടെ. അഥവാ ലോകത്തിലെ വൻകിട ലൈബ്രറികൾ സൂക്ഷിച്ചിരിക്കുന്ന ഹസ്രത്ത് ഉസ്മാൻ്റെ കാലം തൊട്ടിന്നോളം പല നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട മുസ്ഹഫുകളുമായി ഒത്തുനോക്കട്ടെ. ആരെങ്കിലും വള്ളി പുള്ളി വ്യത്യാസം കാണുന്ന പക്ഷം ചരിത്രപ്രധാനമായ മഹാകണ്ടുപിടുത്തം ലോകത്തെ അറിയിക്കുവാൻ തീർച്ചയായും അയാൾ ബാധ്യസ്ഥനാണ്. ആ ബാധ്യതയാണ് ഇപ്പോൾ നമ്മളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ ദൈവദത്തമായ ഗ്രന്ഥമോ എന്നൊരാൾക്ക് സംശയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ കൈവശമിരിക്കുന്ന ഖുർആൻ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ മുഹമ്മദ് ലോകസമക്ഷം സമർപ്പിച്ചിരുന്ന ഖുർആൻ തന്നെ എന്ന വസ്തുത ഒട്ടും സംശയത്തിനിടമില്ലാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യം മാത്രമാണ്. മാനവ ചരിത്രത്തിൽ ഇത്രമേൽ സ്ഥിരപ്പെട്ട മറ്റൊരു കാര്യം കാണുകയില്ല. ഇതിൻ്റെ സുബദ്ധതയിൽ സംശയം പുലർത്തുന്ന ഒരാൾക്ക് റോമൻ എംപയർ എന്നൊരു സാമ്രാജ്യം ലോകത്തുണ്ടായിരുന്നോ എന്നും മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നോ എന്നും നെപ്പോളിയൻ എന്നൊരാൾ ജീവിച്ചിരുന്നോ എന്നും സംശയിക്കാവുന്നതാണ്. ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നത് അറിവിൻ്റെ അല്ല അറിവുകേടിൻ്റെ ലക്ഷണമാണ്. ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമുള്ള ഒരു ഖുർആൻ ലോകത്തെവിടെയെങ്കിലും കണ്ടാൽ അത് നിങ്ങൾ വിളംബരം ചെയ്തോളൂ എന്ന് വെല്ലുവിളി കണക്കെ ഇദ്ദേഹം ഇതിനകത്ത് എഴുതി വച്ചിട്ടുള്ളത്. അപ്പം മൗദൂദി ജീവിച്ചിരുന്ന കാലത്ത് മൊറോക്കോയിലും ലിബിയയിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇന്നത്തെ ഈ ഖുർആൻ, ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള ഖുർആനിന് വ്യത്യസ്തമായ ഖുർആനുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം മൗദൂദിക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. മൗദൂദിക്ക് വിവരം ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം മൊറോക്കോയിലും ലിബിയയിലും ടുണീഷ്യയിലും ഒക്കെ ഏത് ഖുർആനാണ് ഓതുന്നത് എന്നൊന്നും അന്ന് ആ കാലഘട്ടത്തിൽ മൗദൂദിക്ക് പോയി പരിശോധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്തമായ ഇത്തരം ഖുർആനുകൾ ഉണ്ടായിട്ടും ലോകത്തെവിടെയുമുള്ള ആളുകൾ പരസ്പരം അതറിയാതെ പോയതും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി സുന്നി പണ്ഡിതന്മാർ എഴുതി വച്ചതിൻ്റെ ഒരു വിവരണം കൂടെ ഞാൻ വായിക്കാം. അത് അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കൂറ്റനാടിൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിലെ 73-ാമത്തെ പേജിൽ അതിൻ്റെ ആമുഖമായിട്ട് കൊടുത്തിട്ടുള്ള റസ്മു ഉസ്മാനി ആ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ജിബ്രീൽ നബിക്ക് 7 ശൈലിയിൽ ഖുർആൻ ഓതിക്കൊടുത്തിരുന്നു. ഇങ്ങനെ ശൈലീ വ്യത്യാസത്തോടെയാണ് ഇറക്കപ്പെട്ടത് എന്നതിനാൽ ഖിറാഅത്തുകൾ നിയന്ത്രണമില്ലാതെ കൂടിക്കൂടി വന്നു. ഇതിൻ്റെ ഭവിഷ്യത്ത് ഗ്രഹിച്ച 3-ാം ഖലീഫ ഉസ്മാൻ പ്രവാചക പത്നി ഹഫ്സയുടെ കയ്യിലുണ്ടായിരുന്ന ക്രോഡീകൃത മുസ്ഹഫ് വാങ്ങി സെയ്ദ് ബിൻ സാബിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ പകർപ്പുകൾ എടുക്കാൻ ഏൽപ്പിച്ചു.
ഇങ്ങനെ എടുത്ത കോപ്പികൾ 7 എണ്ണമായിരുന്നു. ഇത് ഇത്ഖാനെയാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. നേരത്തെ 7 ശൈലിയിൽ ഖുർആൻ ഓതിക്കൊടുത്തിരുന്നു എന്നതിന് ബുഖാരിയും മുസ്ലിമുമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. നിങ്ങൾ സെയ്ദുമായി വല്ല വിയോജിപ്പും ഉണ്ടാകുന്ന പക്ഷം ഖുറൈശിൻ്റെ ശൈലിയിലനുസരിച്ചാണ് എഴുതേണ്ടത്, കാരണം അവരുടെ ശൈലിയിലാണ് അവതീർണമായത് എന്ന് ഉസ്മാൻ ഈ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സെയ്ദ് അൻസാരിയായിരുന്നു എന്നതാണ് സെയ്ദിനോട് അങ്ങനെ ഉപദേശിക്കാൻ കാരണം. ഇങ്ങനെ അങ്ങേയറ്റം ആധികാരിക സ്വഭാവത്തിലുള്ള 7 പ്രതികൾ തയ്യാറായി. അവ സിറിയ, യമൻ, ബഹ്റൈൻ, ബസ്ര, കൂഫ എന്നിവിടങ്ങളിലേക്ക് അയച്ചു. 1 മദീനയിൽ സൂക്ഷിക്കുകയും ചെയ്തു. 1-ാം ഖലീഫ തയ്യാറാക്കിയതും 2-ാം ഖലീഫയുടെ പ്രിയപുത്രിയും പ്രവാചക പത്നിയും സത്യവിശ്വാസികളുടെ മാതാവുമായ ഹഫ്സ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു വന്നതുമായ ആ മുസ്ഹഫിൻ്റെ പകർപ്പല്ലാത്ത മറ്റു വല്ലതുമുണ്ടെങ്കിൽ കത്തിച്ചു കളയാൻ 3-ാം ഖലീഫ ഉത്തരവിട്ടു. ഇനിമേൽ പകർത്തെഴുതുന്നതും പാരായണം ചെയ്യേണ്ടതുമൊക്കെ ഇതേ ക്രമമനുസരിച്ചാവണമെന്നും അദ്ദേഹം വിളംബരപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഖുർആൻ്റെ പകർത്തെഴുത്ത് കോപ്പികളും അതിൻ്റെ പാരായണവും എല്ലാം ഉസ്മാൻ്റെ ഈ ഒരു ക്രോഡീകരണത്തോടു കൂടി ഏകീകരിക്കപ്പെട്ടു. വ്യത്യസ്തമായിട്ടുള്ള പാരായണവും വ്യത്യസ്തമായിട്ടുള്ള ഹർഫുകളും വ്യത്യസ്തമായിട്ടുള്ള ലേഖന രീതികളും എല്ലാം ഉസ്മാൻ്റെ കാലത്തോടു കൂടി നിരോധിക്കപ്പെടുകയും അവസാനിപ്പിക്കുകയും ചെയ്തു. പാരായണ രീതി ഉൾപ്പെടെ ഏകീകരിച്ചുകൊണ്ട് ഉസ്മാൻ ഖുർആനെ ഏകരൂപമാക്കി മാറ്റി എന്നാണ് മൗദൂദി പറഞ്ഞതും ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞതും. ഈ ഉത്തരവും വിളംബരവുമൊക്കെ നടന്നത് സഹാബികളുടെ മധ്യയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവരൊക്കെയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ സുരക്ഷിതത്വം മുന്നിൽ കണ്ടു ചെയ്ത ഈ പരിഷ്കരണത്തെ സഹർഷം സ്വാഗതം ചെയ്തു. ഖുർആൻ കത്തിച്ചു എന്നത് പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തെറ്റിദ്ധരിക്കേണ്ട. എല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് ഉസ്മാൻ ഖുർആൻ മുഴുവൻ കത്തിച്ചു കളഞ്ഞത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനെതിരെ ആരും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. തന്മൂലം അത് സ്വഹാബത്തിൻ്റെ ഇജ്മാ കൊണ്ട് സ്ഥിരീകൃതമായി. ഇവയിൽ നിന്ന് പകർത്തി എഴുതിയ കോപ്പികളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്ന് കാണപ്പെടുന്ന മുസ്ഹഫുകൾ. അപ്പോൾ ഇന്ന് ലോകത്തെല്ലായിടത്തും കാണപ്പെടുന്ന എല്ലാ മുസ്ഹഫുകളും ഉസ്മാൻ ഏകീകരിച്ച് തയ്യാറാക്കിയതിൻ്റെ തനിപ്പകർപ്പുകൾ മാത്രമാണ്. പാരായണ വ്യത്യാസമോ ഹർഫ് വ്യത്യാസമോ ലേഖന വ്യത്യാസമോ ഒന്നുമില്ല. സെയ്ദ് ഓതുന്നതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് ഖുറൈശി രീതിയിലേക്ക് മാറ്റി ഏകീകരിച്ചിട്ട് വേണം ചെയ്യാനെന്ന് ഉസ്മാൻ നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് ഖുറൈശി ഡയലക്റ്റിലേക്ക് ഏകീകരിച്ച ശേഷം പാരായണ രീതി പോലും ഖുറൈശികളുടെ രീതിയിലേക്ക് മാറ്റിയ ശേഷം ഉസ്മാൻ തയ്യാറാക്കിയ കോപ്പിയുടെ തനിപ്പകർപ്പുകൾ മാത്രമേ ഇന്ന് ലോകത്തെല്ലായിടത്തും ഉള്ളൂ എന്നാണ് ഈ പണ്ഡിതൻ ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇവയ്ക്ക് മുസ്ഹഫ് ഉസ്മാനി എന്നും ഇവയിൽ സ്വീകരിച്ച സവിശേഷ ലിപികൾക്ക് റസ്മു ഉസ്മാനി അഥവാ ഉസ്മാനി ലിപി എന്നും പറയപ്പെടുന്നു. 3-ാം ഖലീഫയാണ് എഴുതിച്ചതെങ്കിലും നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അപ്പപ്പോൾ അവതരിക്കുന്ന സൂക്തങ്ങൾ എഴുതി വച്ചിരുന്ന സെയ്ദാണ് എഴുത്ത് നിർവഹിച്ചത് എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതിനാൽ ഈ ലിപിയിലല്ലാതെ ഖുർആൻ എഴുതാനോ അച്ചടിക്കാനോ പാടില്ല. റസ്മു ഉസ്മാനിയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഖുർആൻ എഴുതുകയോ അച്ചടിക്കുകയോ ചെയ്യുന്നത് 4 മദ്ഹബ് പ്രകാരവും ഹറാമാണ് എന്ന് സമസ്തയുടെ ഊലാഹിൽ കാണാം. റസ്മ് ഉസ്മാനിയിൽ എഴുതിയ ഖുർആനും സാധാരണ അറബി ഭാഷാ ലിപിയും തമ്മിൽ ചില്ലറ വ്യത്യാസങ്ങൾ കാണാം. പരിശീലനത്തിലൂടെ ഇത് ശരിപ്പെടുത്താവുന്നതേയുള്ളൂ. പ്രത്യേകമായ സാങ്കേതിക ചിഹ്നങ്ങൾ താഴെ വിവരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ സുന്നി തഫ്സീറിൽ ഇതിൻ്റെ ചരിത്രം പറഞ്ഞു പോകുന്നത്. ഇനി ഞാൻ മുജാഹിദുകളുടെ 2 കിതാബ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് എം അക്ബറും കൂട്ടരും തയ്യാറാക്കിയ എൻസൈക്ലോപീഡിയ, 2 അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന തഫ്സീർ. അപ്പോൾ ഈ എൻസൈക്ലോപീഡിയയിൽ നിന്ന് ഞാൻ ആദ്യം വായിക്കാം. ഖുർആൻ എങ്ങനെയാണ് ക്രോഡീകരിച്ചത് എന്ന് കേരളത്തിലെ മഹാപണ്ഡിതന്മാരായിട്ടുള്ള മുജാഹിദ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് വായിക്കുന്നത്. ഖുർആൻ ക്രോഡീകരണം. നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ വചനങ്ങൾ അപ്പപ്പോൾ തന്നെ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കി. പ്രവാചകൻ്റെ വിയോഗ സമയത്ത് ഖുർആൻ മുഴുവൻ എഴുതി വെക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു.
എന്നാൽ അത് ഒരു മുസ്ഹഫിലായിട്ടായിരുന്നില്ല. എല്ല്, കല്ല്, തോല്, ഓല എന്നിവയിൽ പലയിടത്തായി എഴുതി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതോടൊപ്പം സഹാബികളുടെ മനസ്സുകളിലും ഖുർആൻ ഇറങ്ങിയ അതേ അവസ്ഥയിൽ ഒരു വ്യത്യാസവുമില്ലാതെ മനഃപ്പാഠമായും ഉണ്ടായിരുന്നു. അബൂബക്കറിൻ്റെ ക്രോഡീകരണം. പ്രവാചകന്റെ വിയോഗാനന്തരം മഹാനായ അബൂബക്കർ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഘട്ടത്തിൽ വളരെ പ്രയാസകരങ്ങളായ ചില പ്രതിസന്ധികൾ അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനങ്ങളാണ് സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചവരോടും പ്രവാചകത്വം വാദിച്ച മുസൈലിമ, അസ്വദുൽ അനസി എന്നിവരോടും മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധങ്ങൾ. യമാമയിൽ വെച്ച് മുസൈലിമയോട് മുസ്ലിം സൈന്യം ഏറ്റുമുട്ടി. ഈ യുദ്ധങ്ങൾ മുസ്ലിങ്ങൾ അന്ന് നേരിട്ട പ്രതിസന്ധിക്ക് പരിഹാരമായെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണത്തിൽ ആശങ്ക ജനിക്കുന്ന മറ്റൊരു പ്രതിസന്ധിക്കിടവരുത്തി. യമാമയിൽ നിരവധി സ്വഹാബികൾ രക്തസാക്ഷികളാവുകയുണ്ടായി. അവരിൽ അധിക പേരും ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള യുദ്ധങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ സ്ഥിതി എന്താകുമെന്ന് മഹാനായ ഉമർ ഫാറൂഖ് ചിന്തിച്ചു. തൻ്റെ മനസ്സിനെ ആകുലപ്പെടുത്തിയ ഈ പ്രശ്നം ഖലീഫ അബൂബക്കറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ ഒറ്റ ഗ്രന്ഥമായി ക്രോഡീകരിക്കാത്ത പക്ഷം അത് ഭയാനകമായ ആപത്തിനിടവരുത്തുമെന്ന് അദ്ദേഹം ഖലീഫയെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അള്ളാഹു സംരക്ഷിക്കുമെന്ന വിശ്വാസം ഖലീഫ ഉമറിന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. പ്രവാചകന്റെ നടപടിക്രമങ്ങളെ സസൂക്ഷ്മം അനുധാവനം ചെയ്തിരുന്ന അബൂബക്കർ ഈ വിഷയത്തെപ്പറ്റി ഏറെ ചിന്തിച്ചു. അള്ളാഹുവിൻ്റെ ദൂതൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ ഖുർആൻ ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കി വെച്ചിരുന്നില്ല എന്നർത്ഥം. ഉമർ വീണ്ടും പ്രശ്നത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിനോട് ഏറെ പ്രാർത്ഥിച്ചതിന് ശേഷം മഹത്തായ കർമ്മം ചെയ്യുന്നതിന് ഖലീഫ തീരുമാനിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നിവിടെ പ്രത്യേകം പറയാൻ കാരണം ഇതൊക്കെ അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ്റെ ക്രോഡീകരണവും സംരക്ഷണവും അള്ളാഹു നടപ്പിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നബിയുടെ ഖുർആൻ എഴുത്തുകാരനായിരുന്ന സെയ്ദ് ബിൻ സാബിത്തിനെ ഖലീഫ വിളിച്ചു വരുത്തി വളരെ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അബൂബക്കറിൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയ അതേ ആശങ്ക സെയ്ദിൻ്റെ മനസ്സിലും ഉദിച്ചു. എങ്കിലും ഖലീഫ അതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. സെയ്ദ് പറയുകയുണ്ടായി, ഒരു പർവ്വതം തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരുന്നത് എങ്കിൽ അതായിരുന്നു ഇതിനേക്കാൾ എളുപ്പം. അപ്പോൾ അത്രയും ലളിതമായിരുന്നില്ല ഈ ഖുർആൻ ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർ തന്നെ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം ശ്രദ്ധിക്കുക. എല്ലാം നബി ക്രമപ്പെടുത്തി റെഡിയാക്കി വെച്ചിരുന്നു, അതെടുത്തിട്ട് കോപ്പി പകർത്ത് മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ എന്നായിരുന്നു ഇവർ പലയിടത്തും പറയുന്നത്. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നുണയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ സെയ്ദ് ബിൻ സാബിത്ത് പറയുന്നത് എന്താണ്? ഒരു പർവ്വതം അതിൻ്റെ സ്ഥാനത്തുനിന്ന് വേറെ സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കാൻ പറഞ്ഞാൽ അത് എളുപ്പം ചെയ്യാമായിരുന്നു, അതിനേക്കാളും ബുദ്ധിമുട്ടാണ് നബി ഇറക്കിയ ഖുർആനൊക്കെ പാടെ ഒരു പുസ്തകത്തിലാക്കുക എന്നത് എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹം ഏറ്റെടുത്ത വിഷയത്തിൻ്റെ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കിയെന്ന് ഈ അഭിപ്രായ പ്രകടനം തെളിയിക്കുന്നു. പ്രവാചകൻ്റെ കാലത്ത് എഴുതി സൂക്ഷിക്കപ്പെട്ട ഖുർആനിൻ്റെ കയ്യെഴുത്ത് രേഖകൾ അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിച്ചു. മനഃപ്പാഠമുള്ളവരെ കൊണ്ടത് പാരായണം ചെയ്യിച്ചു. അങ്ങനെ അത്യധികം ശ്രദ്ധയോടെ വിശുദ്ധ ഖുർആൻ ഒരു മുസാഫിലാക്കുക എന്ന ദൗത്യം മഹാനായ സ്വഹാബി ഭംഗിയായി നിർവഹിച്ചു. ആ എഴുതപ്പെട്ട രേഖ ഖലീഫ അബൂബക്കറിൻ്റെ അടുക്കൽ സൂക്ഷിക്കുകയും ചെയ്തു. ഉമറിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഈ മുസ്ഹഫ് അദ്ദേഹത്തിൻ്റെ പക്കൽ സൂക്ഷിച്ചു. അദ്ദേഹത്തിന് ശേഷം അത് സൂക്ഷിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സയുടെ അടുക്കലായിരുന്നു. ഉസ്മാൻ്റെ ക്രോഡീകരണം. അബൂബക്കറിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉമർ ഫാറൂഖ് ഖലീഫയായി. ഇസ്ലാം അറേബ്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ വധത്തിനു ശേഷം ഖലീഫയായി നിയുക്തനായത് ഉസ്മാനായിരുന്നു. സിറിയ, ഇറാഖ് പ്രദേശങ്ങൾ മുഴുവൻ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് അധീനമായി. അവിടത്തുകാർ മുഴുവൻ ഇസ്ലാം ആശ്ലേഷിച്ചു. അറബി മാതൃഭാഷയല്ലാത്ത ഒട്ടേറെ പേർ ഇസ്ലാം ആശ്ലേഷിച്ചതോടുകൂടി ഖുർആൻ പഠനവും മതകർമ്മങ്ങളിൽ അതിൻ്റെ പാരായണവും അനിവാര്യമായി തീർന്നു. അറബി ഭാഷാ നിയമങ്ങൾ അറിയാത്തവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ക്ഷന്തവ്യമല്ലാത്ത തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഹുദൈഫത്ത് ബിനുൽ യമാൻ ഖലീഫ ഉസ്മാനോട് ഖുർആനിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ വേണ്ടതു ചെയ്യണമെന്ന് ഉണർത്തി. ഈ സംഭവം ഇമാം ബുഖാരി ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു.
അർമീനിയ കീഴടക്കുന്നതിന് സിറിയക്കാരോടൊപ്പവും അസർബൈജാൻ കീഴടക്കുന്നതിന് ഇറാഖുകാരോടൊപ്പവും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഹുദൈഫത്തിനെ അവരുടെ ഖുർആൻ പാരായണത്തിലെ വ്യത്യാസം ആശങ്കാകുലനാക്കി. അപ്പോൾ അദ്ദേഹം ഉസ്മാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, ജൂത ക്രൈസ്തവർ മതഗ്രന്ഥത്തിൽ ഭിന്നിച്ചതുപോലെ ഈ സമുദായം ഭിന്നിക്കുന്നതിന് മുമ്പായി സമുദായത്തെ അതിൽ നിന്ന് രക്ഷിക്കണം. ഫത്ഹുൽ ബാരി. ഇവിടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ കേൾക്കാൻ. കാരണം ഇവർ ഇപ്പോൾ പറയുന്ന കാര്യവും ഈ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം എത്ര വലുതാണ് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവും. വിഷയത്തിൻ്റെ പ്രാധാന്യം ഉസ്മാൻ മനസ്സിലാക്കി അദ്ദേഹം സെയ്ദ് ബിൻ സാബിത്ത്, അബ്ദുല്ലാഹിബിൻ സുബൈർ, സയ്യിദ് ബിനുൽ ആസ്, അബ്ദുറഹിമാൻ ബിനുൽ ഹാരിസ് എന്നീ സഹാബിമാരോട് വിശുദ്ധ ഖുർആൻ പകർത്തിയെഴുതാൻ ആവശ്യപ്പെട്ടു. ഹഫ്സയുടെ പക്കൽ സൂക്ഷിച്ചിരുന്ന കോപ്പിയിൽ നിന്ന് അവർ 7 പകർപ്പ് തയ്യാറാക്കി. ഹഫ്സയുടെ പക്കൽ നിന്ന് വാങ്ങിയത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഹിജറ 25-ാം വർഷത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. പകർത്തെടുത്ത കോപ്പികൾ കൂഫ, ബസറ, ഡമാസ്കസ്, മക്ക, മദീന എന്നിവിടങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ഒരു പ്രതി ഖലീഫയുടെ അടുത്ത് സൂക്ഷിച്ചു. ആ പ്രതിക്ക് മുസ്ഹഫുൽ ഇമാം എന്ന് പറയുന്നു. വിവിധ പ്രവിശ്യകളിലേക്ക് അയക്കപ്പെട്ട ആ പ്രതികൾ അവലംബമാക്കിയാണ് പിന്നീട് ഖുർആൻ പാരായണം നിർവഹിക്കപ്പെട്ടത്. ഖുർആൻ പകർത്തെഴുത്ത് കഴിഞ്ഞപ്പോൾ കുറ്റമറ്റ ആ കോപ്പികളല്ലാത്ത എല്ലാ രേഖകളും ഏടുകളും കരിച്ചു കളയുകയും ചെയ്തു. ഉസ്മാന്റെ ഈ നടപടി ജനസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു. സഹാബികൾ അതിന് സാക്ഷികളായിരുന്നു. ഖുർആൻ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം ചെയ്ത ഈ മഹൽ കൃത്യം സർവസമ്മതമായി അംഗീകരിച്ചു. ഫത്ഹുൽ ബാരി. ഇനി റസ്മുൽ ഉസ്മാനി. മുഹമ്മദ് നബിയുടെയും അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഉസ്മാൻ്റെയും കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരണ വിഷയകമായി ചെയ്ത കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഈ പ്രവർത്തനത്തിലൂടെ ഖുർആനിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന അള്ളാഹുവിൻ്റെ പ്രസ്താവന പൂർത്തിയായി. ലോകാവസാനം വരെ ആർക്കും രൂപമാറ്റം വരുത്താൻ കഴിയാത്ത വിധം ഖുർആൻ സുരക്ഷിതമായി. നബിയുടെ കാലഘട്ടത്തിൽ വിവിധ വസ്തുക്കളിന്മേൽ എഴുതി സൂക്ഷിക്കപ്പെട്ട ഖുർആനിനെ ഒരു മുസ്ഹഫാക്കുന്ന പ്രവർത്തനമാണ് അബൂബക്കർ സിദ്ദീഖ് നിർവഹിച്ചത്. ഉസ്മാൻ്റെ കാലഘട്ടമായപ്പോഴേക്കും ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു. ഓരോ പ്രവിശ്യയിലും മതം പഠിപ്പിക്കുവാൻ നിയുക്തരായ സ്വഹാബികൾ അവിടങ്ങളിലെ മാതൃകാ പുരുഷന്മാരും അവലംബമായി. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലും അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഈ സ്വഹാബിമാർ തമ്മിലുണ്ടായിരുന്നു. ഭാഷാപരവും ഉച്ചാരണപരവുമായ വ്യത്യാസങ്ങളായിരുന്നു അത്. കൂഫക്കാർ അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ്റെയും സിറിയക്കാർ ഉബയ്യ് കഅബിൻ്റെയും പാരായണത്തെ അനുധാവനം ചെയ്തപ്പോൾ അബൂ മൂസൽ അശ്അരിയുടെ പാരായണത്തെയാണ് ഭൂരിപക്ഷം പിന്തുടർന്നത്. ഈ പാരായണത്തിലുള്ള വ്യത്യാസങ്ങൾ കുഴപ്പം സൃഷ്ടിക്കുമെന്ന ആശങ്ക നിമിത്തമാണ് മുൻ ചൊന്ന പോലെ ഹുദൈഫത്ത് ബിനുൽ യമാൻ്റെ മുമ്പിൽ പ്രശ്നം അവതരിപ്പിച്ചത്. ഹഫ്സയുടെ കൈവശമുള്ള മൂലഗ്രന്ഥത്തിൽ നിന്ന് ഖുർആൻ പകർത്തി എഴുതാൻ നിയോഗിക്കപ്പെട്ട 4 പേരിൽ 3 പേരും ഖുറൈശികളായിരുന്നു. ഉസ്മാൻ അവരോട് പറഞ്ഞു, സെയ്ദ് ബിൻ സാബിത്തും നിങ്ങളും തമ്മിൽ പാരായണക്രമത്തിൽ ഏതെങ്കിലും വിധ ഭിന്നത ഉണ്ടായാൽ ഖുറൈശികളുടെ പ്രയോഗരീതി സ്വീകരിക്കണം. കാരണം ഖുറൈശികളുടെ ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചത്. ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട സഹാബിമാർ വളരെ സൂക്ഷ്മതയോടെ അവരിൽ അർപ്പിക്കപ്പെട്ട ബാധ്യത നിറവേറ്റി. പ്രവിശ്യകളിലേക്ക് അയക്കപ്പെട്ട ഖുർആൻ പകർപ്പുകളെ അവലംബമാക്കണമെന്ന് വിളംബരം ചെയ്തു. ചുരുക്കത്തിൽ ഉസ്മാൻ നിർവഹിച്ചത് ഒന്നാമതായി അബൂബക്കറിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഖുർആനിൻ്റെ കോപ്പിയിൽ നിന്ന് പകർത്തുകയാണ്. രണ്ടാമതായി പാരായണ മുറയിലെ ഭിന്നതകൾ ഇല്ലാതാക്കാൻ കഴിയുന്ന പ്രത്യേക രീതി അവലംബിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, പാരായണ മുറയിലെ ഭിന്നതകൾ ഇല്ലാതാക്കാൻ കഴിയുന്ന പ്രത്യേക രീതി അവലംബിക്കുകയും ചെയ്തു. റസ്മുൽ ഉസ്മാനി എന്നത് ഖുർആൻ വിജ്ഞാനത്തിൻ്റെ ഒരു പ്രധാന വിഷയമാണ്. 4 അംഗ സമിതിയോട് ഖുർആൻ പകർത്തി എഴുതുമ്പോൾ സ്വീകരിക്കാൻ ഉസ്മാൻ ആവശ്യപ്പെട്ട ആലേഖന രീതിയാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. അന്ന് ഖുർആൻ എഴുതിയ അതേ രീതിയിൽ തന്നെയാണ് മുസ്ലിം ലോകം ഇന്നും ഖുർആൻ എഴുതുന്നതും വായിക്കുന്നതും. പക്ഷേ വായന സുഗമമാക്കുവാനായി പിൽക്കാലത്ത് ചില പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം. അതായത് ഉസ്മാൻ്റെ കാലത്ത് ഖുർആൻ എഴുതിയപ്പോൾ അക്ഷരങ്ങൾക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള സ്വരചിഹ്നങ്ങളോ പുള്ളികളോ ഉണ്ടായിരുന്നില്ല. ബ, ത, സ ഒരേ രൂപത്തിലും റ, സ
ഒരേ രൂപത്തിലുമായിരുന്നു. പക്ഷേ അന്നത്തെ വായനക്കാർക്ക് പുള്ളി വ്യത്യാസമില്ലെങ്കിലും വേഗത്തിൽ വായിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അനറബികൾക്ക് ഖുർആൻ വായിക്കേണ്ടി വന്നപ്പോൾ അവരുടെ പരിചയക്കുറവ് നിമിത്തം അബദ്ധങ്ങൾ പറ്റാൻ തുടങ്ങി. ഈ അവസരത്തിൽ അവർക്കും ഖുർആൻ സുഗമമായി വായിക്കാൻ സൗകര്യപ്രദമായ സംവിധാനം ചെയ്യേണ്ടി വന്നു. അതുപ്രകാരം ഖലീഫ അബ്ദുൽ മലിക്കിൻ്റെ നിർദ്ദേശാനുസാരം അബുൽ അസ്വദ് ദഅ്ലി എന്ന ഭാഷാ പണ്ഡിതൻ അകാര ഇകാര ഉകാര അടയാളങ്ങൾ ഇടാനുള്ള മാർഗം നിർദ്ദേശിച്ചു. ഫത്ഹായി വായിക്കാൻ അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു പുള്ളിയും കിസ്റായി വായിക്കാൻ താഴെ ഒരു പുള്ളിയും ലമ്മായി വായിക്കുന്നതിന് അക്ഷരങ്ങൾക്കിടയിൽ ഒരു പുള്ളിയും സുക്കൂനായി വായിക്കുന്നതിന് 2 പുള്ളിയും നൽകാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഇപ്രകാരം ഉസ്മാനി റസ്മിനെ വായനയിൽ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന് യത്നിച്ചവരാണ് അബുൽ അസ്വദ് ദഅ്ലിയും യഹ്യബ്നു യഅ്മറും നസ്റുബ്നു ആസിമും. കാലം മുന്നോട്ട് പോയപ്പോൾ അക്ഷരങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനും അടയാളങ്ങൾ ആവശ്യമായി വന്നു. ഈ ഘട്ടത്തിലാണ് ഖലീൽ ബിനുൽ അഹ്മദ് റസ്മുൽ ഉസ്മാനിയെ പരിഷ്കരിച്ചത്. അകാരത്തിന് ഫത്തഹും ഇകാരത്തിന് കിസ്റും ഉകാരത്തിന് ലമ്മും നമുക്കിന്ന് പരിചയരൂപത്തിൽ അദ്ദേഹം നിശ്ചയിച്ചു. തൻവീനിന് 2 അടയാളങ്ങളും നൽകി. ഉസ്മാൻ്റെ കാലം മുതൽ അന്നത്തെ എഴുത്തിൻ്റെ രീതി മുസ്ലിം ലോകം ഏകകണ്ഠമായി സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി ഇന്തോനേഷ്യയിലും ഫിലിപ്പൈൻസിലും ദക്ഷിണാഫ്രിക്കയിലും കാനഡയിലും ന്യൂസിലാൻഡിലും സൗദി അറേബ്യയിലും ഉള്ള മുസ്ലിങ്ങൾ ഒരേ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയും എഴുതുകയും ചെയ്തു വരുന്നു. റസ്മുൽ ഉസ്മാനിയുടെ മൗലിക രൂപത്തിൽ നിന്ന് തെറ്റാൻ പാടില്ല എന്നത് മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാ എന്ന പോലെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. റസ്മുൽ ഉസ്മാനിയിലല്ലാതെ ഖുർആൻ എഴുതരുതെന്ന് സലഫുകളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ്റെ മുസ്ഹഫിലെ എഴുത്തിന് വിരുദ്ധമായി വാവോ അലിഫോ ബാओ എഴുതുന്നത് നിഷിദ്ധമാണ്. അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിരിക്കുന്നു, ഒരാൾ മുസ്ഹഫ് എഴുതുമ്പോൾ ആധുനിക അക്ഷരമാലയിലെ ലിപി രൂപത്തിൽ എഴുതുന്നതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്തെന്ന് ഇമാം മാലിക് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം, മുമ്പുകാലത്തെ പോലെ തന്നെ എഴുതണം. ഇത്ഖാൻ. അസ്ഹറിലെ ഇസ്ലാമിക ഗവേഷണ അക്കാദമിയുടെ 4ാം സമ്മേളനത്തിൽ റസ്മുൽ ഉസ്മാനിയിലല്ലാതെ വിശുദ്ധ ഖുർആൻ അച്ചടിക്കാൻ പാടില്ലെന്ന് തീരുമാനിക്കുകയുണ്ടായി. ഗ്രന്ഥരചന നടത്തുമ്പോൾ തെളിവായി ഉദ്ധരിക്കുന്ന ആയത്തുകളിൽ മാത്രം അസൗകര്യമുണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ എഴുതാം. കാരണം അത് സ്വതന്ത്ര മുസ്ഹഫ് അല്ലല്ലോ. വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹത്തുക്കൾക്ക് അള്ളാഹുവിൻ്റെ നിർലോഭമായ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. ആമീൻ. ഇതാണ് മുജാഹിദുകളുടെ എൻസൈക്ലോപീഡിയയിൽ പറയുന്നത്. ഇനി അമാനി മൗലവിയുടെ ഞാൻ വായിക്കുന്നില്ല, കാരണം ഏറെക്കുറെ ഇപ്പോൾ വായിച്ച് കേട്ടതൊക്കെ തന്നെ അയാളുടെ ആവർത്തനമാണിത്. ഇത് ഞാൻ എൻ്റെ ബ്ലോഗിൽ കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അമാനി മൗലവിയിൽ പറഞ്ഞിട്ടുള്ള ഈ ഭാഗം ഖുർആൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ ബ്ലോഗിൽ കുറേ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളിൽ അമാനി മൗലവിയിൽ നിന്നുള്ള ഭാഗം കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. ഇനി ഞാനിപ്പോൾ ഈ വായിച്ച കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായതും കേട്ട നിങ്ങൾക്ക് മനസ്സിലായതും ഇതിൻ്റെ വായനക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായതുമായ ഒരു കാര്യം ഒന്നുകൂടെ ചുരുക്കി പറയാം. ഖുർആൻ നബിയുടെ കാലത്ത് വ്യത്യസ്തമായ രീതിയിൽ ഓതാറുണ്ടായിരുന്നു, പാരായണ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് പറയുന്ന ചില ഹദീസുകളുണ്ട്. അത് സത്യമാണ്. പക്ഷേ ആ പാരായണ വ്യത്യാസം ഇല്ലാതാക്കിക്കൊണ്ട്, ഓതുന്നതിലുള്ള എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഖുറൈശികളുടെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലേക്കുള്ള പാരായണ സൗകര്യത്തിന് കണക്കാക്കിക്കൊണ്ട് ഖുർആനെ എല്ലാ പാരായണ വ്യത്യാസവും എല്ലാ ലിപി വ്യത്യാസവും മാറ്റി ഒരേ ലിപിയിൽ, ഒരേ പാരായണത്തിൽ, ഒരേ ഹർഫിൽ, ഒരേ ഖിറാഅത്തിൽ ഏകീകരിച്ചുകൊണ്ടാണ് ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിച്ച് ഖുർആൻ്റെ കോപ്പികൾ എഴുതി ഇസ്ലാമിക ലോകത്തേക്ക് കൊടുത്തയച്ചത്. അങ്ങനെ കൊടുത്തയക്കുമ്പോഴും കൊടുത്തയക്കുന്നതിന് മുമ്പും അതിനുശേഷവും അതിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും ഖുർആൻ്റെ പേജുകളെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം
ഉസ്മാൻ്റെ അടുത്ത് എത്തിക്കാൻ ഉത്തരവിടുകയും അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. വ്യത്യസ്തമായ ഒരു ഖുർആൻ ഇനി ലോകത്ത് എവിടെയും ഉണ്ടാവാൻ പാടില്ല. വള്ളി പുള്ളി കുത്ത് കോമ പാരായണ വ്യത്യാസങ്ങളുള്ള ഒരു ഖുർആനും ലോകത്ത് എവിടെയും ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ച് അതിന് വേണ്ട നടപടിയാണ് ഉസ്മാൻ ഖലീഫ ചെയ്തത്. അതിന് അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു. അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടി തുടങ്ങിയത് എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ വായിച്ചത്. ഇനി ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇസ്ലാമിക കച്ചവടക്കാരായ ദൈവക്കാർ ഇവിടെ കാലങ്ങളായി പ്രസംഗിച്ചു കൊണ്ടിരുന്നതും. ഇമാം അക്ബറിൻ്റെയൊക്കെ പഴയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ചിലപ്പോൾ യൂട്യൂബിലൊന്നും ഉണ്ടാവില്ല, അതൊക്കെ മുക്കിയിട്ടുണ്ടാവും. പക്ഷേ പഴയ CD പഴയ കാസറ്റുകളൊക്കെ കയ്യിലുള്ളവർക്ക് പരിശോധിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം അക്ബറൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതും ഇത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പടച്ചതമ്പുരാൻ സംരക്ഷിച്ചതും വായിക്കപ്പെടുന്ന രൂപത്തിലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വേറെ സംഭവം ഉണ്ടായി. എന്റെ ബഹുമാന സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ വാളും പരിചയും ബോംബും എല്ലാം ഉപയോഗിച്ച് ഇസ്ലാമിക പ്രചരണം നടത്തിയപ്പോൾ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അല്ലെ, അങ്ങനെ മനസ്സിലാക്കണല്ലേ? കുറെ ആളുകൾ ആ അടുത്ത പ്രദേശങ്ങളിലെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവർക്കെല്ലാം പരിശുദ്ധ ഖുർആൻ ഓതേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായി. ഇങ്ങനെ ഓതേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായപ്പോ ഭാഷയ്ക്കൊരു സവിശേഷതയുണ്ട്. പ്രത്യേകിച്ചും അറബിയെ ഹീബ്രു എല്ലാം എന്റെ സുഹൃത്തിന് അറിയുമായിരിക്കും. കൺസണൻസ് മാത്രമുള്ള വവൽസ് ഇല്ലാത്ത ഭാഷകളാണ്. ഗ്രാമർ കൃത്യമായി അറിയില്ലെങ്കിൽ അതിന്റെ ഉച്ചാരണം തെറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോ പരിശുദ്ധ ഖുർആനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ശുദ്ധ അറബിയിൽ എഴുതിയാൽ അത് കൃത്യമായിട്ട് അറിയാത്ത ഭാഷ അറിയാത്ത ഒരാളാണ് അൽഹംദുലില്ലാഹിന ഇൽഹംദുലില്ലാഹിന ഉൽഹംദുലില്ലാഹിന എല്ലാം വായിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്താണ്? ഇത് ഭാഷക്ക് വവൽസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴത്തെ ഭാഷാ രീതി അനുസരിച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് വവൽസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ ചില വൈചിത്ര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം പുതു മുസ്ലിങ്ങളാണ് അവർ. അറബി ഭാഷയിൽ തന്നെയുള്ള വ്യത്യസ്ത ഗ്രാമ്യ ഭാഷകളിൽ അറിവുള്ള ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടേതായ ഭാഷാ ശൈലിയിൽ ഓതുന്ന അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സമയത്ത് പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ഒരുപാട് ആളുകൾ അപ്പോഴും ഉണ്ട്. ഈ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ സയ്യിദ് ഇബ്നു സാബിത്തിനെ തന്നെ വിളിച്ചു വരുത്തി. ആ സയ്യിദ് ഇബ്നു സാബിത്തിന്റെ നേതൃത്വത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ കോപ്പിയുടെ വെളിച്ചത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ആളുകളെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് അറബിയുടെ സ്റ്റാൻഡേർഡ് ഭാഷയുണ്ട്. അറബിക് സ്റ്റാൻഡേർഡ് ഭാഷ ഖുറൈശി ഉച്ചാരണ രീതിയാണ് അറബിയുടെ സ്റ്റാൻഡേർഡ് ഉച്ചാരണ രീതി. അപ്പൊ ഇംഗ്ലീഷിന് സ്റ്റാൻഡേർഡ് ഉച്ചാരണ രീതി ഉണ്ട്, പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് സ്റ്റാൻഡേർഡ് ഉച്ചാരണം എന്ന് പറയാം. അറബിയിൽ സ്റ്റാൻഡേർഡ് ഉച്ചാരണ രീതി ഖുറൈശി ഉച്ചാരണ രീതിയാണ്. അതനുസരിച്ച് കോപ്പികൾ എടുക്കുകയും പ്രവിശ്യ തലസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പാരായണ വ്യത്യാസമുണ്ടായിരുന്നു നബിയുടെ കാലത്ത്. ആ പാരായണ വ്യത്യാസം എന്ന് പറയുന്നത് നബി ഓതിക്കൊടുത്ത ഖുർആനിനെ നീട്ടിയും കുറുക്കിയും മണിച്ചുമൊക്കെ ട്യൂൺ മാറ്റി ഓതുന്ന രീതിയെക്കുറിച്ചാണ്. പല ആളുകളും പല പ്രദേശത്തുള്ള ആളുകളും അവരവരുടേതായ രീതിയിൽ ഇത് ഓതിയിരുന്നു. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാർ സംസാരിക്കുന്ന മലയാളവും കണ്ണൂർക്കാർ സംസാരിക്കുന്ന മലയാളവും തമ്മിൽ ഉള്ള വ്യത്യാസം പ്രധാനമായിട്ടും ട്യൂൺ വ്യത്യാസമാണ്. ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അർത്ഥം മാറില്ല. അർത്ഥം മാറാതെ വാക്ക് മാറിയിട്ട് ട്യൂൺ മാറിയിട്ടുള്ള ഭാഷാ വ്യത്യാസങ്ങളാണ് പാരായണ വ്യത്യാസം ഉണ്ടാവുക. അവിടെ ടെക്സ്റ്റ് മാറുകയില്ല. ടെക്സ്റ്റിലൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പാരായണ വ്യത്യാസമല്ല, അത് ആശയത്തിലും അക്ഷരത്തിലും ഒക്കെ മാറ്റം വന്ന മറ്റൊരു സാധനമായിട്ട് മാറും. പാരായണ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് നോക്കിയിട്ട് പല ആളുകളും പല രീതിയിൽ വായിക്കുന്നതിനാണ്. ആ വ്യത്യാസം നബി അംഗീകരിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. പക്ഷേ ആ വ്യത്യാസങ്ങൾ കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിച്ച് എല്ലാ ഭാഗത്തേക്കും കോപ്പികൾ കൊടുത്തയച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പാരായണ വ്യത്യാസങ്ങളെയും എല്ലാ ഹർഫ് വ്യത്യാസങ്ങളെയും എല്ലാ ലിപി വ്യത്യാസങ്ങളെയും ഉസ്മാൻ കത്തിച്ചില്ലാതാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വർഷും കാലൂനും ദൂരിയും ഹഫ്സും ഒക്കെ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി, എപ്പോൾ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, ഇതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് പരിശോധിക്കുന്നതിന്
ഖുർആനിൻ്റെ ആദ്യം അച്ചടിച്ച അല്ലെങ്കിൽ ആദ്യം പകർത്തെഴുതിയ കോപ്പിയിൽ ഉപയോഗിച്ച ഭാഷയും ലിപിയും ആ ലിപിക്ക് പിന്നീടുണ്ടായ മാറ്റങ്ങളും ആ മാറ്റങ്ങളുടെ ചരിത്രവും ഒക്കെ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഞാൻ വായിച്ചപ്പോൾ, ഈ കിതാബിൽ ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതായാലും ഞാൻ ആ ഭാഗം കുറച്ചുകൂടെ വിശദമായിട്ട് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഖുർആൻ ഉസ്മാൻ ഏകീകരിച്ചതിന് ശേഷം വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് മാറിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായത്. അത് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ കാരണം നമുക്ക് പിടികിട്ടുക. എന്നാൽ നബി അനുവദിച്ച പാരായണ വ്യത്യാസമാണ് ഇത് എന്ന് ഇന്ന് കള്ളം പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അവർ പറയുന്നത് കള്ളമാണെന്ന്. പക്ഷെ വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇതുവരെ പറഞ്ഞ കള്ളങ്ങളെ പൊളിഞ്ഞപ്പോൾ ഇനി പുതിയൊരു കള്ളം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. പക്ഷേ ഒരു കള്ളം പൊളിയുമ്പോൾ പകരം വേറൊരു കള്ളം പറഞ്ഞാൽ ആ കള്ളം അതിനേക്കാൾ 100 ഇരട്ടി വേഗതയിൽ പൊളിയും എന്നതാണ് കള്ളങ്ങളുടെ ചരിത്രം. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന കള്ളവും മിനിറ്റുകൾക്കകം നമുക്ക് പൊളിച്ചു കാണിക്കാൻ കഴിയും. നബി അനുവദിച്ച പാരായണ വ്യത്യാസത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നതിന് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും രേഖയോ തെളിവോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ തെളിവ് കൊണ്ടുവരണം. എന്നിട്ട് ആ രേഖയും തെളിവും വെച്ചുകൊണ്ട് ഇപ്പോൾ ലോകത്ത് വ്യത്യസ്തമായി കാണപ്പെടുന്ന വർഷും കാലൂനും ദൂരിയും ഹഫ്സും ഒക്കെ ആയിട്ടുള്ള ഖുർആനുകളിലെ വ്യത്യാസം തന്നെയാണോ നബിയുടെ പാരായണ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി ഇവരുടെ കയ്യിലാണ്. അങ്ങനെ തെളിയിച്ചാലും ഇവരിതുവരെ തള്ളിമറിച്ചു കൊണ്ടിരുന്ന, ഇപ്പോൾ നമ്മൾ വായിച്ച് കേൾപ്പിച്ചതും ഇവിടെ പ്രസംഗിച്ച് നടന്നിരുന്നതും ലോകമാകെ പ്രചരിപ്പിച്ചിരുന്നതുമായ വള്ളിപൊള്ളി വ്യത്യാസമില്ലാതെ സംരക്ഷിച്ചു എന്ന വാദം അപ്പോഴും പൊളിഞ്ഞു പാളീസാവുക തന്നെ ചെയ്യും. നബി അനുവദിച്ചിരുന്ന പാരായണ വ്യത്യാസവും ഇപ്പോൾ നിലവിലുള്ള വർഷ്, കാലൂൻ, ദൂരി തുടങ്ങിയിട്ടുള്ള ഖുർആനുകളിലുള്ള വ്യത്യാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇനി ഞാൻ അതിൻ്റെ കൃത്യമായ ലിപി വ്യത്യാസവും ഈ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണവും വ്യക്തമാക്കിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്.